വാർത്തകൾ വിശദമായി. വെമ്പുഴ പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സമാന്തര പാത ഒരാഴ്ച കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന് KRFB അധികൃതർ. സണ്ണി ജോസഫ് MLA വിളിച്ചു ചേർത്ത പേരാവൂർ നിയോജക മണ്ഡലതല മരാമത്ത് KSTP KRFB അവലോകന യോഗത്തിലാണ് ബന്ധപ്പെട്ട വകുപ്പ് പ്രതിനിധി ഇക്കാര്യം അറിയിച്ചത്. മലയോര ഹൈവേ വള്ളിത്തോട് മണത്തണ റോഡ് നിലവാരം മെച്ചപ്പെടുത്തൽ പ്രവൃത്തികളുടെ ഭാഗമായി എടൂർ വെമ്പുഴയിലും പാലപ്പുഴ ചേംതോടും പാലങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി സ്ഥാപിച്ച സമാന്തര പാതകൾ കനത്ത മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു. ചേംതോട് താൽക്കാലികമായി പുനർനിർമ്മിച്ചെങ്കിലും പൂർണ്ണമായും ഒഴുകിപ്പോയ വെമ്പുഴയിൽ സമാന്തര പാത പുനർനിർമ്മിക്കാൻ കഴിഞ്ഞില്ല. 3 മാസത്തോളമായി എടൂർ കരിക്കോട്ടക്കരി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ച നിലയിലാണ്. സെപ്റ്റംബർ 15-നകം പാലത്തിന്റെ അപ്രോച്ച് സ്ലാബ് വാർപ്പ് നടത്തും. ഒക്ടോബർ 15-നകം ജലജീവൻ മിഷൻ പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളതെന്നും ഇതിനുശേഷം മാത്രമേ വള്ളിത്തോട് മണത്തണ റീച്ച് റോഡ് നവീകരണം പുനരാരംഭിക്കുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി. ഇരിട്ടി പേരാവൂർ നെടുമ്പോയിൽ റോഡ് 2 ആഴ്ചകൾക്കകം കരാറുകാരന് കൈമാറും. 5 കോടി രൂപയ്ക്ക് പ്രവൃത്തി KK ബിൽഡേഴ്സ് ടെൻഡർ എടുത്തിരുന്നു. താലൂക്ക് ആസ്ഥാനത്തേക്ക് എത്തുന്ന മാടത്തിൽ കീഴ്പള്ളി ആറള ഫാം പാലപ്പുഴ റോഡിന്റെ പുനർനിർമ്മാണം CRF ഫണ്ട് പദ്ധതിയിൽ നിർദ്ദേശിക്കും. 10 വർഷത്തിലധികമായി നവീകരണം നടത്താത്ത ഈ റോഡിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വീതി കൂട്ടി നവീകരിക്കണം. ജലജീവൻ മിഷൻ പദ്ധതി പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ എടത്തൊട്ടി, പെരുമ്പുന്ന, വിളക്കോട്, അയ്യപ്പൻകാവ് എന്നീ റോഡുകളുടെ കരാർ റദ്ദ് ചെയ്തു. റീടെൻഡർ ഉടൻ നടത്തും. ജലജീവൻ മിഷൻ അധികൃതരുടെ മെല്ലെപ്പോക്ക് മൂലം പ്രവൃത്തി നടത്താനാവാതെ കരാറുകാർ ഒഴിവാവുകയായിരുന്നു. തെറ്റുവഴി മണത്തണ റോഡിൽ തൊണ്ടി മുതൽ മണത്തണ വരെ 2ാം റീച്ച് നവീകരണത്തിന് സാങ്കേതികാനുമതി ഉടൻ ലഭിക്കും. വാണിയപ്പാറ 2ാം കടവ് റോഡ് ടെൻഡർ 5-ന് നടക്കും. മട്ടന്നൂർ കൂട്ടുപുഴ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിച്ചു. ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ തന്തോടുള്ള കുഴികൾ ഉടൻ അടയ്ക്കണമെന്നും MLA നിർദ്ദേശിച്ചു. ആറള ഫാം ആനമതിൽ നിർമ്മാണം പുനരാരംഭിച്ചു. ഇരിട്ടി സെക്ഷനിൽ 4.31 കോടി രൂപയുടെ 4 പ്രവൃത്തികളിലായി 27 റോഡുകളുടെ പാച്ച് വർക്ക് പ്രവൃത്തികൾ പൂർത്തിയായതായും പുതുതായി 6 റോഡുകൾക്ക് നിർദ്ദേശം സമർപ്പിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. MLA യോഗത്തിന് അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോറൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ TV രേഷ്മ, TK റോജി, C ബിനോയ്, K രേഷ്മ, PM മുഹമ്മദ് ജസീർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കുഴിവേലിപ്പുറത്ത് ബിൽഡിംഗ്, മാർക്കറ്റ് റോഡ്, ചെമ്പേരി. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. സ്വർണം സ്നേഹമാണ്. MS ഗോൾഡൻ ഡയമണ്ട്സ്, മെയിൻ റോഡ്, ഇരിട്ടി. ഉത്തരമലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോഞ്ചിംഗ് തലാൽ മാർക്കറ്റ്. വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ. 3 നിലകളിലായി ഓഫറുകളുടെ പെരുമഴക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ്. വരൂ, അനുഭവിച്ചറിയൂ വിശാലതയുടെ, വിലക്കുറവിന്റെ, വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച. സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ്, മെയിൻ റോഡ്, ഇരിട്ടി.